പ്രിയപ്പെട്ടവരെ, കുമാരനാശാൻ്റെ നളിനിയുടെ 29 ശ്ലോകങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 30-ാമത്തെ ശ്ലോകം മുതലുള്ള കാവ്യഭാഗം നമുക്ക് പഠിക്കാം. ആദ്യം ദിവാകരയോഗിയെ കാണിച്ചുകൊണ്ട് തുടങ്ങിയ കാവ്യത്തിൽ ഇപ്പോൾ നളിനിയെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നളിനിയുടെ പൂർവകഥ പറയുകയും നളിനിയുടെ മാനസികാവസ്ഥ വ്യക്തമാക്കി തരികയും ചെയ്തു 29-ാമത്തെ ശ്ലോകത്തിൽ. അസ്ഥിവാരം തകർന്ന അണക്കെട്ട് ജലം തടുത്തു നിർത്താനാവാതെ ബുദ്ധിമുട്ടുന്നത് പോലെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ട് നളിനി ചെറിയ നേർത്ത വികാരങ്ങളെപ്പോലും ഒതുക്കി നിർത്താനാവാതെ ദയനീയയായി തീർന്ന ഒരു കാഴ്ചയാണ് 29-ാമത്തെ ശ്ലോകത്തിൽ കുമാരനാശാൻ നമുക്ക് കാണിച്ചു തന്നത്. 30-ാമത്തെ ശ്ലോകം കേൾക്കൂ. ഈ മഹാവ്രത കൊതിച്ച സിദ്ധിയെങ്ങാമയം പരമിതെങ്ങിതെന്തുവാൻ ഹാ മനുഷ്യനഥവാ ഹിതാർത്ഥമായി വാമലീല തുടരുന്നതാം വിധി. അർത്ഥം നോക്കൂ. ഈ മഹാവ്രത, ഈ വലിയ തപസ്വിനി കൊതിച്ച സിദ്ധി, അവൾ ആഗ്രഹിച്ച കാര്യസിദ്ധി, എങ്ങ് ആമയം പരമിത്. ആമയം പരമിതു എന്നതിൻ്റെ അർത്ഥം ഈ വലിയ ദുഃഖം. ഈ വലിയ തപസ്വിനി കൊതിച്ച കാര്യസിദ്ധി എവിടെ? ഈ ദുഃഖം എവിടെ? ഇതെന്തുവാൻ എന്നാൽ ഇതെന്ത് കഷ്ടം എന്നാണ് അർത്ഥം. എന്ത് കഷ്ടമാണ് ഈ കാര്യം? അവൾ കൊതിച്ച ആ കാര്യം അതെവിടെ? അവളുടെ മനസ്സിലുള്ള ഈ വലിയ ദുഃഖം എവിടെ? അതിൻ്റെ ആശയം, അവൾ ആഗ്രഹിക്കുന്ന ആ കാര്യസിദ്ധിക്കടുത്ത ദുഃഖമല്ല ഇത്. തുടർന്നുള്ള ഭാഗം, ഹാ മനുഷ്യനഥവാ ഹിതാർത്ഥമായി വാമലീല തുടരുന്നതാം വിധി. ഹിതാർത്ഥമായി എന്നാൽ നല്ലതിനായിട്ട്, വാമലീല പ്രതികൂലമായ കളി, തുടരുന്നതാം വിധി, തുടരുന്ന അഥവാ പ്രവർത്തിക്കുന്ന വിധി. ഇവിടെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി വിധി പ്രതികൂലമായി പ്രവർത്തിക്കുന്നതായി വരാം എന്നാണ് ആശാൻ സൂചിപ്പിക്കുന്നത്. ഇനി വളരെ ലളിതമായി ഇതിൻ്റെ ആശയം പറഞ്ഞാൽ, തപസ്വിനിയായിട്ടുള്ള വലിയ തപസ്വിനിയായിട്ടുള്ള നളിനി സത്യത്തിൽ ആഗ്രഹിച്ചത് ആത്മശാന്തിയും മനസമാധാനവുമാണ്. എന്നാൽ സംഭവിച്ചത് എന്താണ്? നേരെ മറിച്ചാണ്. അവളുടെ ഹൃദയം ദുഃഖഭാരത്താൽ പിളർന്നിരിക്കുന്നു. അവൾ ദയനീയയായി തീർന്നിരിക്കുന്നു. അതിനെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആശാൻ ആ ഒരു പൊതു കാര്യം പറഞ്ഞത്. ഹാ മനുഷ്യൻ അഥവാ ഹിതാർത്ഥമായി വാമലീല തുടരുന്നതാം വിധി. മനുഷ്യന് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് വിധി ചിലപ്പോൾ പ്രതികൂലമായിട്ട് പ്രവർത്തിക്കും. ഇതതുപോലെയാണ്. അവൾ ആഗ്രഹിച്ച മനസമാധാനവും ശാന്തിയും അവൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. പക്ഷേ അവളുടെ മനസ്സ് അസ്വസ്ഥമാണ്. ഈ മനസ്സ് അസ്വസ്ഥമാകുന്നത് ഒരുപക്ഷെ വിധിയുടെ ഒരു പ്രതികൂലമായ, അവൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ആണ് അവൾക്കിപ്പോൾ വിധി നൽകിയിരിക്കുന്നത്. പക്ഷേ അത് ഇനി നടക്കാൻ പോകുന്ന നല്ല കാര്യത്തിന് വേണ്ടി ആവാം എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം, 31-ാമത്തെ ശ്ലോകം നോക്കൂ. മാനസം ഭഗവദഗ്രി പങ്കജ ധ്യാനധാരയിൽ ഉറച്ചിടായകയാൽ ദീനയായി ഗതി തടഞ്ഞു വേനലിൽ ശനയാം തടിനി പോലെ തന്നിയാൾ. അർത്ഥം നോക്കൂ. ഭഗവദഗ്രി പങ്കജ ധ്യാനധാര എന്നാൽ ഭഗവാന്റെ പാദമാകുന്ന പങ്കജത്തിൻ്റെ ധ്യാനത്തിൻ്റെ ധാര. പങ്കജമെന്നാൽ താമരപ്പൂവ്. ഭഗവാന്റെ പാദമാകുന്ന താമരപ്പൂവിൻ്റെ ധ്യാനത്തിൻ്റെ ധാര.
മാനസം മനസ്സ്, ഉറച്ചിടായകയാൽ, അതിൽ ഉറച്ച് നിൽക്കാത്തതിനാൽ. ദീനയായി ഗതി തടഞ്ഞു. ദീനയായി എന്നാൽ ഖിന്നയായി അല്ലെങ്കിൽ ദുഃഖിതയായി. ഗതി എന്നാൽ ഗമനം അഥവാ യാത്ര. ദീനയായി ഗതി തടഞ്ഞു വേനലിൽ ശ്യാനയാം തടിനി പോലെ. ശ്യാന എന്നാൽ വറ്റിയത്. ശ്യാനയാം തടിനി പോലെ. തടിനി നദി എന്നർത്ഥം. തന്വിയാൾ എന്നാൽ സുന്ദരി. വലിയ സന്യാസിനിയായിട്ടും നളിനിയുടെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടിലാണ് എന്ന് ആശ നമ്മളോട് പറഞ്ഞു തന്നു. അവളുടെ മനസ്സ് അസ്വസ്ഥമാണ്, അത് വളരെ ദയനീയമായൊരവസ്ഥയിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ പറയുന്നു: സത്യത്തിൽ ഈശ്വരചിന്തയുമായി കഴിയേണ്ടവളാണ് ഈ സന്യാസിനി. പക്ഷേ അവളുടെ മനസ്സ് ആ ഈശ്വരചിന്തയിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നില്ല. വേനൽക്കാലത്ത് ഒഴുകാൻ സാധിക്കാതെ വഴിമുട്ടി നിൽക്കുന്ന നദിയെപ്പോലെ അവളായിത്തീർന്നിരിക്കുന്നു. അത്രയും ദീനയായി തീർന്നിരിക്കുന്നു നളിനി. നളിനിയുടെ മാനസിക വ്യാപാരമാണ് ഇവിടെ കുമാരനാശാൻ നമുക്ക് കാണിച്ചു തരുന്നത്. മാനസം ഒന്നിലും ഉറച്ചു നിൽക്കുന്നില്ല. പ്രത്യേകിച്ച് ആ ഭഗവദംഘ്രി പങ്കജ ധ്യാനധാരയിൽ മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. അവൾ ഇതുവരെ ഈശ്വരചിന്തയിലായിരുന്നു. അവൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരൊഴുക്കിലിങ്ങനെ പോവുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? അടി തകർന്ന അണക്കെട്ട് പോലെ അവളുടെ മനസ്സ് ഇളകിപ്പോയിരിക്കുന്നു, അസ്വസ്ഥമായിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്? വേനൽക്കാലത്തെ നദി പോലെ ഗതിമുട്ടിയിരിക്കുന്നു, ഒഴുകാൻ സാധിക്കാതിരിക്കുന്നു, ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ ചെല്ലാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കുന്നു. അവൾ ദയനീയയായി തീർന്നിരിക്കുന്നു. സത്യത്തിൽ അവൾക്ക് അവളുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് സാരം. 32 ശ്ലോകം. നൊന്തചിത്തമൊടു നിന്നു കണ്ണുനീർ ചിന്തി ഹൈമന സരോജമൊത്തവൾ സന്തപിച്ചു വധുവിനധീരമാണ് അന്തരംഗമതിവിജ്ഞയാകിലും. അർത്ഥം നോക്കൂ. നൊന്ത ചിത്തമൊടു. നൊന്ത എന്നാൽ വേദനിക്കുന്ന, ചിത്തം മനസ്സ്, വേദനിക്കുന്ന മനസ്സോടുകൂടി. നിന്നു കണ്ണുനീർ ചിന്തി, അങ്ങനെ നിന്ന് കണ്ണുനീർ പൊഴിച്ചു. ചിന്തുക, പൊഴിക്കുക, കണ്ണുനീർ തൂവുക. ഹൈമന സരോജമൊത്തവൾ. ഹൈമന സരോജം ഹേമന്തത്തിലെ താമരപ്പൂവ് എന്നർത്ഥം. ഹേമന്തത്തിലെ താമരപ്പൂവിൻ്റെ ഒരു പ്രത്യേകത, അതിന് മഞ്ഞിൻ്റെ ബാധയേൽക്കും. മഞ്ഞിൻ്റെ ബാധയേറ്റ് അസ്വസ്ഥമായിരിക്കുന്ന ഒരു പൂവാണ് ഹേമന്തത്തിലെ താമരപ്പൂവ്. അപ്പോൾ അതുപോലെയാണ് ഇവളുടെ അവസ്ഥ. സന്തപിച്ചു. സന്തപിച്ചു എന്നാൽ ദുഃഖിച്ചു. എന്നിട്ട് വീണ്ടും ആശാൻ മറ്റൊരു പൊതുതത്വം പറയുന്നു. വധുവിനധീരമാണ് അന്തരംഗം അതിവിജ്ഞയാകിലും. വധുവിന് എന്നാൽ സ്ത്രീക്ക്, പെണ്ണിന് എന്നർത്ഥം. അധീരം ധൈര്യമില്ലാത്തത്. അന്തരംഗം മനസ്സ് അഥവാ ഉള്ള്. അതിവിജ്ഞയാകിലും. അതിവിജ്ഞ കൂടുതൽ അറിവുള്ളവർ, ഏറ്റവും അറിവുള്ളവൾ, കൂടുതൽ അറിവുള്ളവൾ എന്നർത്ഥം. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നളിനിയുടെ മനസ്സിൻ്റെ അവസ്ഥ പറഞ്ഞു. അടി തകർന്നു പോയിരിക്കുന്നു, അസ്വസ്ഥമായിരിക്കുന്നു, ദീനയായിരിക്കുന്നു, അവൾ അത്രയും ദുഃഖിതയാണ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ അങ്ങനെ വേദനിക്കുന്ന മനസ്സോടു കൂടി നളിനി നിൽക്കുകയാണ്. നൊന്ത ചിത്തമൊടു നിന്നു കണ്ണുനീർ ചിന്തി. അങ്ങനെ വേദനിക്കുന്ന മനസ്സോടുകൂടി നിന്ന് നളിനി കണ്ണീർ പൊഴിച്ചു. അങ്ങനെ കണ്ണീർ പൊഴിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചു. സ്ത്രീകൾ അങ്ങനെയാണ്. സ്ത്രീകൾ മനസ്സസ്വസ്ഥമാകുമ്പോൾ വിങ്ങിപ്പൊട്ടുകയും അങ്ങനെ ആ കണ്ണീരിലൂടെയാണ് അവരുടെ ദുഃഖം പുറത്തേക്ക് എത്തുക. ഒരു പൊതുവായ ഒരു കാര്യമാണ് തുടർന്ന് ആശാൻ പറയുന്നത്.
വധുവിനധീരമാണ് അന്തരംഗമതിവിജ്ഞയാങ്കിലും സ്ത്രീക്ക് എത്ര ജ്ഞാനമുണ്ടെങ്കിലും ധൈര്യമില്ലാത്ത ഒരു അവസ്ഥ വരും. ഏറെ ഹൃദയവേദനയോടുകൂടി നളിനി കണ്ണീർ തൂകി നിന്നു. ഹേമന്തകാലത്തെ താമരപ്പൂവിനെ പോലെ, മഞ്ഞ് വീണ് അസ്വസ്ഥമായിരിക്കുന്ന താമരപ്പൂ പോലെയാണ് അവളുടെ അവസ്ഥ അപ്പോൾ. എന്നിട്ട് ആശാൻ പറയുന്നത്, എത്ര അറിവുള്ള ആളായാലും സ്ത്രീയുടെ മനസ്സ് ധൈര്യമില്ലാത്തതായി തീരാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാലും ഇവൾ സന്യാസിനിയാണ്, എന്നിട്ടും അവൾ കരഞ്ഞുപോയി എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവൾക്ക് ലോകകാര്യങ്ങളെക്കുറിച്ചും ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിവുണ്ട്, എന്നിട്ടും അവൾ കരഞ്ഞു പോകുന്നു. അവളുടെ മനസ്സിൻ്റെ അവസ്ഥ അതാണ്. ഇങ്ങനെ കണ്ണീർ പൊഴിച്ചുകൊണ്ട്, അസ്വസ്ഥയായി, വേദനിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നളിനി എന്തു ചെയ്തു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 33-ാമത്തെ ശ്ലോകം. ഖിന്നഭാവമിതകറ്റി മാനസം പിന്നെയും പ്രതിനിവൃത്തമാക്കുവാൻ സന്നഹിച്ചത സരസിൽ നോക്കിയ സന്നധൈര്യ തനിയെ പുലമ്പിനാൾ. അവൾ പുലമ്പി. എന്താ പുലമ്പിയത്? സ്വാമിയാം രവിയെ നോക്കി നിൽക്കുമെൻ താമരേ, തരളവായുവേറ്റു നീ ആമയം തടവിടായിക, തൽക്കരസ്തോമമുണ്ടു തിരിയുന്ന ദിക്കിലും. സന്തതം മിഹിരനാത്മശോഭയും സ്വന്തമാം മധു കൊതിച്ച വണ്ടിനും ചന്തമാർന്നരുളി നിൽക്കും അമലേ, ഹന്ത ധന്യമിഹ നിന്റെ ജീവിതം. 3 ശ്ലോകങ്ങളിൽ ദുഃഖിതയായി കരഞ്ഞു നിൽക്കുന്ന നളിനി തൻ്റെ ദുഃഖമകറ്റാൻ വേണ്ടി എന്തു ചെയ്തു എന്ന് ആശാൻ പറയുകയാണ്. 33-ാമത്തെ ശ്ലോകം അർത്ഥം നോക്കൂ. ഖിന്നഭാവമിതകറ്റി. ഖിന്നം ദുഃഖമുള്ള, ഖിന്നഭാവം ദുഃഖഭാവം അല്ലെങ്കിൽ ദുഃഖസ്ഥിതി. ഖിന്നഭാവം ഇതകറ്റി. അകറ്റുക, നീക്കുക, ഒഴിവാക്കുക. ഈ ദുഃഖഭാവം അവൾ അകറ്റി. മാനസം പിന്നെയും പ്രതിനിവർത്തമാക്കുവാൻ. മാനസം മനസ്സ്, പിന്നെയും എന്തു ചെയ്യാൻ? പ്രതിനിവൃത്തമാക്കുവാൻ, പഴയപടി ആക്കുവാൻ, അഥവാ മനസ്സിൻ്റെ ആരോഗ്യം പഴയ പോലെ തിരിച്ചു കൊണ്ടുവരാൻ. സന്നഹിച്ചത, സന്നഹിച്ചു, അവൾ തുനിഞ്ഞു, അവൾ ഒരുമ്പെട്ടു, അവൾ പരിശ്രമിച്ചു എന്നൊക്കെ അർത്ഥം. അധ അതിനുശേഷം, സന്നഹിച്ചത അവൾ തുനിഞ്ഞു, അതിനുശേഷം എന്താണ്? സരസിൽ നോക്കിയ സന്നധൈര്യ തനിയെ പുലമ്പിനാൾ. അവൾ ആ സരസ് എന്നാൽ പൊയ്ക, പൊയ്കയിൽ നോക്കി ആ സന്നധൈര്യ ആണ് ധൈര്യം പോയവൾ, ഇപ്പോൾ ധൈര്യമില്ലാത്തവൾ. തനിയെ പുലമ്പിനാൾ. അവൾ തനിയെ എന്നാൽ തന്നെത്താൻ. പുലമ്പുക, വായിൽ വരുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞു. അവളുടെ ദുഃഖഭാവം അവൾ അകറ്റി. എന്നിട്ട് മനസ്സ് പിന്നെയും പഴയപടി ആക്കുവാൻ വേണ്ടി അവൾ ഒരുങ്ങി. അതിനുശേഷം അവൾ ആ പൊയ്കയിൽ നോക്കിയിട്ട് അവളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളിങ്ങനെ പുലമ്പി. മനസ്സിലെ ദുഃഖത്തെ ഒഴിവാക്കി കളഞ്ഞ് മനസ്സിനെ വീണ്ടും പഴയ ആ സന്തോഷസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും, അങ്ങനെ അതിനുവേണ്ടി തയ്യാറെടുത്ത് നിന്നുകൊണ്ട് അവൾ ആ തടാകത്തിലേക്ക് നോക്കി തന്നെത്താൻ ഇങ്ങനെ പറഞ്ഞു. ഇത് ഒരു സ്ത്രീയുടെ മനസ്സാണ്. ആകെ തകർന്നു പോയിരിക്കുന്ന മനസ്സ്. ആ തകർച്ചയിൽ നിന്ന് ആത്മവീര്യം വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിന് തൻ്റെ മനസ്സിലെ പ്രവൃത്തികളെ, മനസ്സിൻ്റെ വ്യാപാരങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിനവൾ വെറുതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ അയാളുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് അവൾ ഇങ്ങനെ ചില കാര്യങ്ങൾ തന്നെത്താൻ പറയുന്നത്. 34-ാമത്തെ ശ്ലോകം അതാണ്, നേരത്തെ വായിച്ചു. അവൾ പുലമ്പിനാൾ. അവൾ പുലമ്പി. എന്താണ് പുലമ്പിയത്? സ്വാമിയാം രവിയെ നോക്കി നിൽക്കുമെൻ താമരേ, തരളവായുവേറ്റു നീ ആമയം തടവിടായിക, തൽക്കരസ്തോമമുണ്ടു തിരിയുന്ന ദിക്കിലും. സ്വാമി എന്നാൽ നായകൻ. സ്വാമിയാം രവിയെ, രവി സൂര്യൻ, നായകനായ സൂര്യനെ നോക്കി നിൽക്കുമെൻ താമരേ, നോക്കി നിൽക്കുന്ന താമരയെ എന്ന് വിളിക്കുന്നു. തരളവായുവേറ്റ്, തരളവായു ചപലമായ കാറ്റ്. ആമയം തടവിടായിക, ആമയം എന്നാൽ ദുഃഖം, ദുഃഖിക്കാതെ. ആമയം തടവിടായിക, ദുഃഖിക്കാതെ. തൽക്കര സ്തോഭം, അവൻ്റെ കൈകളാകുന്ന രശ്മിയുടെ കൂട്ടം. തൽക്കര സ്തോമമുണ്ട് തിരിയുന്ന ദിക്കിലും, തിരിയുന്ന ദിക്കിൽ, തിരിയുന്ന ദിക്കിൽ എല്ലാ ദിക്കിലും തൽക്കര സ്തോമമുണ്ട്, ആ നായകൻ്റെ കരമാകുന്ന രശ്മികൾ ഉണ്ട് എന്ന് അർത്ഥം. താമരയോട് പറയാണ് അവൾ പുലമ്പിയതാണല്ലോ ആശാൻ പറയുന്നത്. അവൾ പുലമ്പിയത് എന്താണ്? നായകനായ സൂര്യനെ നോക്കി നിൽക്കുന്ന താമരേ, നീ ഈ ചപലമായ കാറ്റേറ്റുകൊണ്ട് ഇളകുമ്പോൾ നീ ദുഃഖിക്കരുത്, നീ നിൻ്റെ ദുഃഖം ഒഴിവാക്കി കളയുക. എന്താണ്? നീ തിരിയുന്ന കാറ്റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുമ്പോൾ, മറ്റു സ്ഥലങ്ങളിലേക്ക് മാറുമ്പോഴൊക്കെ അവിടെയൊക്കെയും നിൻ്റെ നായകൻ്റെ രശ്മികളുണ്ട്. അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ടതില്ല, സന്തോഷിക്കൂ എന്ന് അർത്ഥം. കാറ്റേറ്റുള്ള ഒരു ഇളക്കവും ദുഃഖത്തിന് കാരണമാകുന്നില്ല. കാരണം അവിടെയൊക്കെ ഈ സൂര്യപ്രകാശമുണ്ട്, അത് നിൻ്റെ നായകൻ്റെ പ്രകാശമാണ്. അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ടതില്ല എന്ന് താമരയോട് അവൾ പറയുകയാണ്. വ്യാഖ്യാതാക്കൾ ഈ ശ്ലോകത്തിന് 3 അർത്ഥം പറയാറുണ്ട്. അതിൽ ഒരർത്ഥം ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഈ ശ്ലോകം നേരിട്ട് നമുക്ക് തരുന്ന അർത്ഥം, അത് പ്രസ്തുതമായിട്ടുള്ള ആ അർത്ഥം. ഇനി മറ്റൊരർത്ഥം എന്താണെന്ന് വെച്ചാൽ, അത് ഇവിടെ താമരയ്ക്ക് പകരമായി നളിനി, നളിനി എന്നാൽ താമരയുടെ പര്യായമാണല്ലോ, നളിനി തന്നെ ഇവിടെ താമരയായിട്ട് വരുന്നു. അവൾ തപസ്വിനിയാണ്. തപസ്വിനിയായിട്ടുള്ള നമ്മുടെ നളിനി, നമ്മുടെ ഈ കഥയിലെ, കാവ്യത്തിലെ നായികയായിട്ടുള്ള നളിനി, ആ നളിനി തന്നെയാണ് ഇവിടെ താമര എന്ന് വിചാരിക്കുക. അവളുടെ സ്വാമിയായ രവിയെ, ഈശ്വരനെ എപ്പോഴും നോക്കി നിൽക്കുന്നവളാണ്, അഥവാ ധ്യാനിക്കുന്നവളാണ്, അഥവാ പൂജ ചെയ്യുന്നവളാണ്, അഥവാ മനസ്സിൽ വിചാരിക്കുന്നവളാണ്. അങ്ങനെ അവളുടെ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഈ ചപല വികാരങ്ങൾ, തരളവായു വന്ന് ആട്ടിയുലയ്ക്കുന്നത്. അതിൽ ദുഃഖത്തിൻ്റെ കാര്യമില്ല. കാരണം എവിടെ തിരിഞ്ഞാലും ഈശ്വരൻ്റെ ചൈതന്യമുണ്ടല്ലോ. നേരത്തെ സൂര്യരശ്മികൾ, സൂര്യപ്രകാശം എല്ലായിടത്തും ഉള്ളതുപോലെ എല്ലായിടത്തും ഈശ്വരൻ്റെ ചൈതന്യമുണ്ടല്ലോ. അതുകൊണ്ട് ദുഃഖിക്കേണ്ടതില്ല എന്ന് വേറൊരർത്ഥം. ഇനി 3-മതൊരർത്ഥമുണ്ട്. ആ 3-മത്തെ അർത്ഥമാണ് ഏറെ പ്രധാനപ്പെട്ടത് ഇവിടെ. കാരണം ഇത് കാമുകന്മാരുടെ ഒരു കഥയാണ്, നളിനിയും ദിവാകരനും. നായികയായ സ്ത്രീ നായകനായ കാമുകനെ ഓർത്തുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് തപസ് ചെയ്യുകയാണ്. അവൾ കാലത്തിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട്, അസ്വാഭാവികമായ ചില കാര്യങ്ങൾ കൊണ്ട്, അഥവാ ദുഷ്കാലം കൊണ്ടുണ്ടായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളിലൊന്നും ദുഃഖിക്കേണ്ടതില്ല. കാരണം പ്രണയിയായ നായകൻ്റെ കൈ തിരിയുന്ന ദിക്കിലെല്ലാം ഉണ്ട്. നായകൻ അവളെ തേടി അവളുടെ ചുറ്റും എവിടെയോ ഉണ്ട് എന്ന് കവി സൂചിപ്പിക്കുകയാണ്. ഇത് അവളുടെ നായകൻ, നളിനിയുടെ ദിവാകരൻ അടുത്ത് വന്നിട്ടുണ്ട് എന്നതിനെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 3 അർത്ഥത്തിൽ ഈ ശ്ലോകത്തെ നിരൂപകർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്.
കുമാരനാശാൻ നളിനിയുടെ പുലമ്പൽ, അവളുടെ വാക്കുകൾ 2 ശ്ലോകങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ശ്ലോകമാണ് നാം ഇപ്പോൾ കേട്ടത്. അതിൻ്റെ തുടർച്ച നോക്കൂ. സന്തതം മിഹിരൻ ആത്മശോഭയും സ്വന്തമാം മധുകൊതിച്ച വണ്ടിനും ചന്തമാർന്നരുളി നിൽക്കും ഓമലേ ഹന്ത ധന്യമിഹ നിൻ്റെ ജീവിതം. തൊട്ടു മുമ്പത്തെ ശ്ലോകത്തിൽ നായകനായ സൂര്യനെ നോക്കി നിൽക്കുന്ന താമരെ, നീ ദുഃഖിക്കരുത്, നീ ചപലവായുവേറ്റ് ആടിയാലും അവിടെയൊക്കെ, നീ തിരിയുന്ന ദിക്കിലൊക്കെ നിൻ്റെ സ്വാമിയുടെ പ്രകാശമുണ്ട് എന്ന് പറയുകയും അതിൻ്റെ തുടർച്ചയായിട്ട് സന്തതം മിഹിരൻ ആത്മശോഭയും, സന്തതം എല്ലായ്പ്പോഴും, മിഹിരൻ സൂര്യൻ, ആത്മശോഭ തൻ്റെ കാന്തി, ശോഭ എന്നാൽ ഭംഗി, കാന്തി എന്നൊക്കെ അർത്ഥം. സ്വന്തമാം മധു കൊതിച്ച വണ്ടിനും, മധു എന്നാൽ തേൻ, സ്വന്തമായിട്ടുള്ള ആ തേൻ അത് കൊതിച്ച വണ്ടിനും നൽകി. ചന്തമാർന്ന് അരുളി നിൽക്കും ഓമലേ, ചന്തമാർന്ന് വളരെ ഭംഗിയോടുകൂടി, അരുളി എന്നാൽ കൊടുത്തു, നിൽക്കും ഓമലേ നിൽക്കുന്ന, ഓമലേ ഹന്ത ധന്യമിഹ നിൻ്റെ ജീവിതം, നിൻ്റെ ജീവിതം ധന്യമാണ്. ഇതിൻ്റെ ആശയം മനോഹരിയായ താമരപ്പൂവ് സൂര്യന് അതിൻ്റെ കാന്തിയും അതിൻ്റെ ആത്മശോഭ നൽകുന്നു. അതോടൊപ്പം വണ്ടിന് മധുവും കൊടുക്കുന്നു, വണ്ടിന് തേനും കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ താമരയുടെ ജീവിതം ധന്യമാണെന്ന് നായിക നമ്മുടെ നളിനി വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അവളുടെ വാക്കുകൾ ഇങ്ങനെ വരുന്നത്. ഈ ഒരു പുലമ്പൽ നളിനിയുടെ മനസ്സിൻ്റെ ദുഃഖത്തിൽ നിന്നുണ്ടായതാണ് എന്ന് നാം നേരത്തെ കണ്ടു. നളിനിക്ക് ഈ വണ്ടിന് മധുവും സൂര്യന് ശോഭയും നൽകുന്ന താമരപ്പൂ പോലെ അതിൻ്റെ ആത്മശോഭ, നളിനിയുടെ ആത്മശോഭ ദൈവത്തിന് അർപ്പിക്കാം. പിന്നെ തന്നെ ആഗ്രഹിച്ചു വന്ന ഒരാൾക്ക് തൻ്റെ ജീവിതമാകുന്ന മധു നൽകുകയും ചെയ്യാം. എന്നാൽ അത് സാധിക്കുന്നില്ലല്ലോ എന്ന ഒരു ദുഃഖം അവൾക്ക് ഉണ്ട്. നളിനിയുടെ മനസ്സിലെ അടക്കാനാവാത്ത ആ ഒരു വേദന, ആ ദയനീയമായിട്ടുള്ള ആ ഒരു അവസ്ഥ, അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായി വരുന്നത്. താൻ ഈശ്വരപാത, ഈശ്വരനെ പരിചരിച്ചുകൊണ്ട്, ഈശ്വരനിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട് ജീവിക്കാനുള്ളൊരു വഴി തിരഞ്ഞെടുത്തു. എന്നാൽ തന്നെ ആഗ്രഹിച്ചു വരുന്ന, തന്നെ സ്നേഹിക്കുന്ന തൻ്റെ കാമുകന് തൻ്റെ ജീവിതം കൊടുക്കാനും പറ്റും. അത് അവളുടെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അപ്പോൾ അവൾ താമരപ്പൂവിനെ അതിനുദാഹരണമാക്കുകയാണ്. താമരപ്പൂവ് നായകനായ സൂര്യന് അതിൻ്റെ ആത്മശോഭ നൽകുന്നത് പോലെ, അത് മധു ആഗ്രഹിച്ചു വരുന്ന വണ്ടിന് അതിൻ്റെ തേൻ കൊടുക്കുന്നത് പോലെ തനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് അവൾ ദുഃഖിക്കുകയാണ്. ഇങ്ങനെ അവളുടെ മനസ്സിൻ്റെ വിചാരങ്ങളാണിത്, അവളുടെ പുലമ്പലാണെന്നാണ് ആശാൻ പറഞ്ഞത്. ഇളകിമറിയുന്ന ആ മനസ്സിൻ്റെ അവസ്ഥയാണ് അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. ആ നളിനിയുടെ മനസ്സിൻ്റെ അസ്വസ്ഥത നമുക്ക് അനുഭവിപ്പിച്ചു തരികയാണ് ഇവിടെ കവി. 36-ാമത്തെ ശ്ലോകം. കോട്ടമറ്റവിടെയെത്തി ഇന്ദ്രിയം പാട്ടിലാക്കി അപഭീതിയാം യതി, കാട്ടിലിങ്ങനെ മനുഷ്യഗേയമാം പാട്ടുകേട്ടു പരമാർന്നു കൗതുകം. ആ പൊയ്കയിൽ നോക്കി നളിനി പുലമ്പിയത്. നളിനി പുലമ്പുക എന്ന വാക്കാണ് കുമാരനാശാൻ ഉപയോഗിച്ചതെങ്കിലും അവൾ എന്താണ് പറഞ്ഞതെന്ന് വായിക്കുമ്പോൾ അത് വെറുമൊരു പുലമ്പലല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതൊരു തിരിച്ചറിവിൻ്റെ കൂടി ഭാഷയാണ്. ഒരു സന്യാസിനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുലമ്പലാവാം. പക്ഷേ ലോകത്തെയും മനുഷ്യനെയും മനസ്സിലാക്കിയ
പച്ചയായ മനുഷ്യൻ്റെ ജീവിതത്തെ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വെറും പുലമ്പലല്ല. 36-ാമത്തെ ഈ ശ്ലോകത്തിൽ കോട്ടമറ്റവിടെയെത്തി ഇന്ദ്രിയം പാട്ടിലാക്കിയ അപഭീതിയാം യതി. കോട്ടമറ്റ് എന്നതിന് വ്യാഖ്യാതാക്കൾ രണ്ടർത്ഥം പറയുന്നുണ്ട്. ഒന്ന് കൂസലില്ലാതെ എന്ന അർത്ഥം, രണ്ടാമത്തത് കുറവില്ലാതെ എന്ന അർത്ഥം. കൂസലില്ലാതെ എന്ന അർത്ഥത്തിലെടുക്കുമ്പോൾ കോട്ടമറ്റവിടെ എത്തി, കൂസലില്ലാതെ അവിടെ എത്തി, ഇന്ദ്രിയം പാട്ടിലാക്കി അപഭീതിയാം യതി. ഇന്ദ്രിയങ്ങളെ അടക്കിയ അപഭീതി ഭയമില്ലാത്തവൻ, യതി സന്യാസി. ഒരു കൂസലുമില്ലാതെ ധൈര്യത്തോടെ ഇന്ദ്രിയങ്ങളെ അടക്കിയ ഭയമില്ലാത്ത ആ സന്യാസി അവിടെ എത്തി എന്ന് അർത്ഥമെടുക്കാം. ഇനി രണ്ടാമത്തെ അർത്ഥത്തിലാണെങ്കിൽ അത് പാട്ടിലാക്കി എന്നതിൻ്റെ വിശേഷണമായിട്ടാണ് എടുക്കേണ്ടതെന്നാണ് വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. തുടർന്നുള്ള വരി നോക്കൂ. കാട്ടിലിങ്ങനെ മനുഷ്യഗേയമാം പാട്ടുകേട്ടു പരമാർന്നു കൗതുകം. മനുഷ്യഗേയം എന്നാൽ മനുഷ്യർ പാടേണ്ടതായ പാട്ട് കേട്ട് പരമാർന്നു ശ്രേഷ്ഠമായി എന്നർത്ഥം. കൗതുകം, കൗതുകം എന്നാൽ അറിയാനുള്ള ഉത്സാഹം. ഈ യുവയോഗി ആ പൊയ്കയുടെ തീരത്ത് കാഴ്ച കണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് നാം യോഗിയെ അവസാനമായി കണ്ടത്. പിന്നീട് നളിനിയെയും, മരക്കൂട്ടങ്ങൾക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന നളിനിയെയും, നളിനിയുടെ ചുറ്റുപാടിനെയും, നളിനിയുടെ പൂർവ്വകഥയും അവളുടെ മാനസികാവസ്ഥയുമൊക്കെയാണ് നാം കണ്ടത്. ഇപ്പോൾ നളിനി ദയനീയയായ മാനസികാവസ്ഥയോടുകൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ശബ്ദം നേരത്തെ ആ പൊയ്കയുടെ തീരത്തെത്തിയ ആ യോഗി കേൾക്കുകയാണ്. മനുഷ്യരുടെ ശബ്ദം കേൾക്കാൻ സാധ്യതയില്ലാത്ത ഈ കാട്ടിൽ മനുഷ്യർ പാടേണ്ടതായ പാട്ട് അഥവാ നളിനിയുടെ ഈ പുലമ്പൽ യോഗി കൗതുകത്തോടെ കേൾക്കുകയാണ്. കോട്ടമറ്റവിടെയെത്തി ഇന്ദ്രിയം പാട്ടിലാക്കി അപഭീതിയാം യതി. കാട്ടിലിങ്ങനെ മനുഷ്യഗേയമാം പാട്ടുകേട്ടു പരമാർന്നു കൗതുകം. വാസ്തവത്തിൽ യതിയല്ല, ഈ യുവസന്യാസിയല്ല, മറ്റാരെങ്കിലും ആണെങ്കിൽ മനുഷ്യവാസമില്ലാത്ത ഈ കാട്ടിൽ മനുഷ്യശബ്ദം കേട്ട് പേടിക്കുമായിരുന്നു. എന്നാൽ ഭയപ്പെടാത്ത ഈ യുവയോഗി കൗതുകപ്പെടുകയാണ് വാസ്തവത്തിലുണ്ടായത്. നളിനി ഒരുപക്ഷെ പുലമ്പിയത് പാട്ടായിട്ട് തന്നെയാവും. കവി ഇവിടെ ആ ഒരു സൂചന തരുന്നുണ്ട്. കാവ്യശീല പോലെ മുകളിലെ ശ്ലോകങ്ങളിൽ ഉദ്ധരിച്ചതുപോലെ നളിനി പാടിയത് ദിവാകരയോഗി പാട്ടായിട്ട് ആസ്വദിക്കുകയാണ്. നേരത്തെ നാം യതിയെ വർണ്ണിച്ചപ്പോൾ തൻ്റെ സ്വന്തം വ്രതനിഷ്ഠയിൽ ജീവിക്കുന്ന യോഗി എല്ലാ ഇന്ദ്രിയങ്ങളെയും കീഴടക്കിയവനാണ്, നിർഭയനാണ്. ആ യോഗിയാണ് ഈ വനാന്തരത്തിൽ ഒരു മനുഷ്യ ശബ്ദം കേട്ട് സന്തോഷിക്കുന്നത്. നളിനിയുടെ ശബ്ദം ദിവാകരനിവിടെ കേൾക്കുകയും ഇനി തുടർന്ന് അങ്ങോട്ടുള്ള കാവ്യഭാഗത്താണ് അവർ സന്ധിക്കുന്നത് വളരെ ഹൃദയസ്പർശിയായി ആശാൻ വർണ്ണിക്കുന്നത്.